നമസ്കാരം. കാസർഗോഡും തിരുവനന്തപുരവും തമ്മിൽ ഇനി 8 മണിക്കൂർ അകലം. സ്വപ്നവും പ്രതീക്ഷയും ഇഴചേർന്ന പാളത്തിലൂടെ വന്ദേ ഭാരത് ഓടിത്തുടങ്ങി. കേരളത്തിൽ വന്ദേ ഭാരത് വഴി വികസനം വരികയാണോ? അതിവേഗ യാത്രയ്ക്കുള്ള കടമ്പകൾ കടക്കുകയാണോ കേരളം? കരമാർഗത്തിനു പിന്നാലെ ജലഗതാഗതത്തിലും മാറ്റം വരികയാണോ? കേരളത്തിൽ വികസന ഉത്സവം തുടങ്ങിയോ? ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വന്ദേ ഭാരത് വഴി കേരളത്തിൽ വികസനം വരികയാണോ എന്നാണ് ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ശ്രീനാഥ് ചേരുന്നുണ്ട്. ശ്രീനാഥ്, നമുക്ക് അതിനു മുമ്പ് ഇന്ന് വന്ദേ ഭാരത് ഓടിത്തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ ഓട്ടം എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കണ്ട ശേഷം തിരിച്ചു. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ യാത്ര തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്തു. തമ്പാനൂരിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ച റെഡ് കാർപ്പറ്റിൽ നിന്നും മോദി പച്ചക്കൊടി വീശിയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിനു മുൻപ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മോദി വന്ദേ ഭാരതിന്റെ C1 കോച്ചിൽ കയറി. അതിനുശേഷം C2 കോച്ചിലും കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നുള്ള 42 കുട്ടികളുമായി മോദി സംവദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂർ MP-യും പ്രധാനമന്ത്രിക്കൊപ്പം വന്ദേ ഭാരതിലുണ്ടായിരുന്നു. ആദ്യ യാത്രയിൽ വന്ദേ ഭാരത് 14 സ്റ്റേഷനുകളിലും നിർത്തുന്നുണ്ട്. പ്രത്യേകം ക്ഷണിച്ച യാത്രക്കാരാണ് ട്രെയിനിലുള്ളത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും യാത്രയിലുണ്ട്. മത, സാമൂഹ്യ, രാഷ്ട്രീയ നേതാക്കളും താരങ്ങളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 1000 വിദ്യാർത്ഥികൾ സൗജന്യ യാത്ര നടത്തും. 8 മണിക്കൂർ 10 മിനിറ്റ് എടുത്താണ് ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് കാസർഗോഡ് എത്തിയത്. നാളെ ഉച്ചയ്ക്ക് ശേഷം വന്ദേ ഭാരത് കാസർഗോഡ് നിന്നും യാത്ര തിരിക്കും. വ്യാഴാഴ്ച സർവീസ് ഇല്ല. ന്യൂസ് ഡെസ്ക്, യോഗനാഥം ന്യൂസ്. ശ്രീനാഥ്, ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ ആ യാത്ര ചെയ്യാൻ ഒരു കൊതിയാവുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നാളായി സ്വപ്നം കണ്ട ഒരു പദ്ധതി തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിലൂടെ യാത്ര ചെയ്യാൻ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതിൽ യാത്ര ചെയ്യാൻ പറ്റി. അതെ, നമുക്ക് കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് അതിൽ യാത്ര ചെയ്യാവുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്. തീർച്ചയായും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ വേഗം കൂട്ടുമെന്ന് റെയിൽവേ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വ്യക്തമാക്കി. അപ്പൊ വേഗം കൂട്ടുന്നതനുസരിച്ച് ഇതിന്റെ ഡ്യൂറേഷൻ കുറയും, സമയ വ്യത്യാസം വരുന്നു. 6 മണിക്കൂറോ 5 മണിക്കൂറോ കൊണ്ടൊക്കെ കാസർഗോഡൊക്കെ എത്തുന്ന സമയം ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എറണാകുളത്ത് എത്തിയാൽ അത്രയും സന്തോഷമാണ്. കാലം കൊണ്ട് പ്രതീക്ഷിക്കുന്നതാണല്ലോ. അപ്പോൾ വളരെ സുഖ സൗകര്യങ്ങളുള്ളതാണ്. ഇന്ന് നമ്മുടെ ക്യാമറമാനും അതുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടറുകൾ സഞ്ചരിച്ച് അവരെ വിഷലൊക്കെ നമ്മളെ കാണിച്ചു കൊതിപ്പിച്ചതാണ്. അവരതിന്റെ സന്തോഷമൊക്കെ നമ്മളോട് പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു യാത്ര നമുക്ക് സഫലമായിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ, അതോ ഇനിയും നമ്മുടെ മുന്നിൽ കടമ്പകൾ കൂടുതലായി ഉള്ളതായിട്ട് ശ്രീനാഥിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊരു സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ ഒരു സുഖത്തിൽ നമ്മൾ നിൽക്കുകയാണ്. കാര്യം വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് ഇന്ന് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും യാത്ര ചെയ്തിരിക്കുന്നു. വളരെ അവർ പോയവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നന്നായിട്ട് സീറ്റിംഗ് കംഫർട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രെയിനാണ്. അതിവേഗതയുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അത് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു എത്ര കാലം ഇത് ഓടും, ഇതേപോലെ ഓടും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ആശങ്കകളുണ്ട്. കാര്യം, ഒന്നാമത്തെ കാര്യം, ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലായിടത്തും സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിരവധി വളവുകൾ, റെയിൽവേ കർവുകൾ നിരവധിയുണ്ട്. ഈ കർവുകളുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതോടൊപ്പം തന്നെ ഈ ട്രാക്കുകൾ ഇത്ര സ്പീഡിൽ പോകാൻ യോജ്യമായ ട്രാക്കുകളാണോ ഇപ്പം നിലവിലുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു പഠനം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ആ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോൾ ഇതെങ്ങനെ എങ്ങോട്ട് പോകും, എത്ര കാലം ഇത് മുന്നോട്ട് പോകും, അല്ല ഇതേപോലെ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇനിയിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇനിയും വേഗത കൂടുന്നതനുസരിച്ച് നമ്മുടെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കും, മണിക്കൂറുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഇന്ന് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അടിപൊളി യാത്ര എന്നാണ് പറഞ്ഞ് അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് 38 മാസങ്ങൾ കൊണ്ട് കേരളത്തിൽ റെയിൽവേ വികസനം വരാൻ പോവാണ്. കോടികൾ അതിനു വേണ്ടി. അതെ, തീർച്ചയായിട്ടും സർ. 2033 കോടിയാണ് അതിനു വേണ്ടി പ്ലാൻ ചെയ്തത്. വളവുകൾ നികത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പക്ഷെ വേറൊരു കാര്യം കൂടിയല്ലേ ശ്രീനാഥ്, ഇവിടെ BJP ലക്ഷ്യം വയ്ക്കുന്ന ചിലതുണ്ട്. അവർ ചില കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത് നടപ്പാക്കി തുടങ്ങി. പണ്ടത്തെ പോലെ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എത്രത്തോളം അവർ ചില ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. കാരണം
കേരളത്തിലേക്ക് വേരോട്ടം നടത്തി അത് വേരുറപ്പിക്കുക, ചുവടുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം BJP ഉണ്ട്. അതിന്റെ ഒരു നാന്ദിയാണ്, അല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയാണ്. അതെ, ഈ വന്ദേ ഭാരത് സംശയമില്ല. വന്ദേ ഭാരത് ട്രെയിൻ ആദ്യം നമ്മുടെ ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയ സമയത്ത് അവിടെ ലഭിച്ച ഒരു സ്വീകാര്യത നമ്മൾ കണ്ടതാണല്ലോ സർ. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പാർട്ടി പ്രവർത്തകരാണ് കൂടുതലും അവിടേക്ക് വരുന്നത്, ട്രെയിൻ കാണുന്നതിനും ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റിന് ഉൾപ്പെടെയുള്ളവർക്ക് അതിലെ ജീവനക്കാർക്ക് ലഡു വിതരണം ചെയ്യുന്നതും ട്രെയിനിലേക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതും എല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൂചനകൾ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒരു വേരോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് വേറെ നമുക്ക് തർക്കമില്ലാതെ പറയാം. പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ വന്ന രണ്ട് റോഡ് ഷോ നടത്തി. തിരുവനന്തപുരത്ത് ആസ് യൂഷ്വൽ ഒരു വളരെ ഔദ്യോഗിക പരിപാടിയാണ് എന്ന് പറഞ്ഞിരുന്നു. പ്രതീക്ഷിച്ചില്ല. ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഫ്ലാഗ് ഓഫ് തന്നെ നീണ്ടു. അതെ, വലിയൊരു ജനാവലി. അതൊക്കെ BJP പ്ലാനിങ് വളരെ കൃത്യമായ ഒരു ചാണക്യതന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു തന്ത്രത്തിലൂടെയാണ് ശരിക്കും നരേന്ദ്രമോദി കേരള സന്ദർശനത്തെ മാറ്റിയെടുത്തത്. ആദ്യം പറഞ്ഞിരുന്നത് കൊച്ചിയിലാണ്, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പരിപാടികൾ കൊച്ചിയിലാണ്, തിരുവനന്തപുരത്തുള്ള ഔദ്യോഗിക പരിപാടികളാണ്. ഇപ്പോൾ കൊച്ചി രാഷ്ട്രീയ പരിപാടിക്ക് വന്നിറങ്ങുമ്പോൾ ഇപ്പോൾ യുവ 2023 എന്ന് പറയുന്ന കോൺക്ലേവ് തീർത്തും BJP തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ വന്നിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പരിവേഷത്തോടു കൂടിയേ പ്രധാനമന്ത്രിക്ക് അവിടെ എത്താൻ കഴിയും. അത് കറക്റ്റായിരുന്നു. നെഞ്ചിൽ താമരയുടെ ചിഹ്നമൊക്കെ പതിപ്പിച്ച വസ്ത്രമൊക്കെ ധരിച്ച് കേരളീയ വേഷത്തിൽ ആൾക്കാരെ എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നരേന്ദ്രമോദി അറിയാം. ഇന്ന് വേഷം മാറ്റില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയ ഔദ്യോഗിക ചടങ്ങിലേക്ക് ആ ഒരു പരിവേഷത്തിലേക്കാണ് വന്നെങ്കിൽ പോലും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം വന്നത് ഭയങ്കര ഷോ കാണിച്ചിട്ട് തന്നെയാണ്. ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം കൈവീശി കാണിക്കുന്നു. ഒരു റോഡ് ഷോ തന്നെ നടത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയത്. 10:30 പ്രഖ്യാപിച്ച ഫ്ലാഗ് ഓഫ് ഏകദേശം അരമണിക്കൂറോളം നീണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് എനിക്ക് ഏറെ രസകരമായി തോന്നിയത് ശശി തരൂർ അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. ശശി തരൂർ വിശദീകരണം നൽകിയത് ഇടപെടൽ പലപ്പോഴും വിഭിന്നമാണ്. അപൂർവമായി ചിന്തിക്കുന്ന ഒരു കാര്യം. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ശ്രീനാഥ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് ഈ ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ ഉണ്ടായ ഒരു വൃത്തികെട്ട അവിടെ പാലക്കാട് MP പേരിൽ പോസ്റ്റർ എഴുതി ആ ട്രെയിനിൽ ഒട്ടിക്കുക എന്ന് പറയുന്നത് തീർത്തും അനുചിതമായ കാര്യം. കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത സോഷ്യൽ മീഡിയയിൽ അടക്കം അതിനിശ്ചിതമായ വിമർശനമാണ് VK ശ്രീകണ്ഠൻ MP അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞാൽ അല്ലാതെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ഒട്ടും ഭൂഷണമല്ല. അത് ചെയ്ത ആരാണെങ്കിലും അത് വളരെ മോശമാണ്. കാര്യം ഒരു തീവണ്ടി ഓടിത്തുടങ്ങി അതിന്റെ ഫസ്റ്റ് സർവീസാണ്, ആദ്യത്തെ സർവീസാണ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ. ഇത് ഷൊർണൂർ എത്തുമ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു രീതി, അതും ഒരു MP സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് അനുയായികളായിരിക്കും അത് ചെയ്തത്, കാര്യം ശരിയാണ്. പക്ഷേ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കേരളത്തിൽ ഇന്ന് ഓടിത്തുടങ്ങിയ ഒരു ട്രെയിനിൽ പോസ്റ്റർ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപലപനീയമാണ് എന്ന് ന്യായമായ ആവശ്യമാണ്. ഇത്തരത്തിൽ പോസ്റ്റർ ഒട്ടിച്ച് ആ സ്റ്റേഷനിൽ ആ ട്രെയിൻ എത്തുമ്പോൾ അത്തരം പോസ്റ്റർ ഒട്ടിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്നത്. അത് ചെയ്തത് അത് വളരെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നത്. ആ ട്രെയിൻ കണ്ടാൽ നമുക്ക് അതിൽ ഒന്ന് തൊടാൻ പോലും തോന്നില്ല. അതെ, ഇത് എത്ര ദിവസം ഈ വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ആ വൃത്തികേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത്. അതും ഉത്തരവാദിത്തപ്പെട്ട MP പാർട്ടിക്കാര് ശ്രീകണ്ഠന്റെ ആൾക്കാരാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ തെറ്റല്ലേ? ഇത് ശരിക്കും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അതുപോലെ ഇന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂര് പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നു. അവിടെ റെയിൽ സ്റ്റോപ്പ് അനുവദിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ ഇവിടെ അജിത് സാർ എന്നുകൊണ്ട് പറഞ്ഞിരുന്നു, എല്ലാ MP ഞങ്ങളുടെ മണ്ഡലത്തിൽ ഒരു സ്റ്റോപ്പ് വേണമെന്നും പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം. സ്പീഡിന്റെ ആവശ്യമില്ലല്ലോ, അതെ. അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ നടന്നേക്കാം. ഇനിയിപ്പം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ ഇന്ന് ഇവിടെ ചെങ്ങന്നൂർ ഈ പ്രൊട്ടസ്റ്റ് നടത്തിയത്, പ്രതിഷേധം നടത്തി നമുക്ക് സ്റ്റോപ്പ് അനുവദിക്കണം, ജില്ലയിൽ ഒരു സ്റ്റോപ്പ് എന്നുള്ള നിലയിൽ. അദ്ദേഹം പറയുന്ന കാര്യം ശരിയാണ്, പക്ഷേ അപ്പോഴും നമുക്ക് ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല വരുന്നത് കാര്യങ്ങൾ. എന്തായാലും ഇതിനൊപ്പം അത് ഈ പറഞ്ഞൊരു കാര്യം അത് ഇനിയെങ്കിലും മനസ്സിലാക്കി ആ തെറ്റ് മനസ്സിലാക്കി അത്തരം രീതിയിൽ പ്രവർത്തിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇത്തരം വൃത്തികെട്ട പ്രവൃത്തി ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകും. ആര് ചെയ്താലും ഇതിപ്പോ ആര് ചെയ്തു എന്ന് നമുക്കറിയില്ല, നമ്മൾ കുറ്റപ്പെടുത്തുന്നുമില്ല. ഇനി ഒരുപക്ഷെ VK ശ്രീകണ്ഠന്റെ അനുയായികൾ തന്നെ അണികളോ ഒക്കെ ആവാം, അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഒന്നും അറിയില്ല. കുറ്റപ്പെടുത്തില്ല, അറിയാതെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അത് ചെയ്തത് വളരെ അനുചിതമായി പോയി. അതിനെതിരെ ശക്തമായ നടപടി എന്തായിരുന്നാലും റെയിൽവേ നടപടി സ്വീകരിച്ചേ പറ്റൂ. ട്രെയിൻ ഇന്ന് ഓടി തുടങ്ങിയ ഒരു പുതിയ ട്രെയിൻ, അതിൽ എന്തൊക്കെ ചെയ്യുക, അത് അത്രയും അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു വണ്ടിയിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്
മോശപ്പെട്ട കാര്യം തന്നെയാണ്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിൽ പോലും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വഴിയൊരുക്കി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ശരിക്കും കോൺഗ്രസ് ആ രീതിയിലൊരു ഭയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം പിന്നെ തന്നെയല്ല, ഈ നരേന്ദ്രമോദിയുടെ ഈ അടുത്ത കാലത്തായിട്ടുള്ള കേരളത്തിലേക്കുള്ള വരവെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സർ. ഒരുപാട് അനുയായികൾ അല്ലെങ്കിൽ ഒരുപാട് ജനത്തിരക്ക് പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പം UN 2023 എന്ന് പറയുന്ന കോൺക്ലേവ് നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. അതോടൊപ്പം കൊച്ചിയിൽ നടത്തിയ റോഡ് ഷോയിൽ വന്നു വീണ പുഷ്പങ്ങളുടെ അളവ് നമുക്ക് ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ്. അതില് യുവം കോൺക്ലേവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി ഞാനൊന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് അതിൽ രാഷ്ട്രീയ ഭേദമന്യുള്ള യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് BJP തങ്ങളുടെ രാഷ്ട്രീയ പരിധിയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തിയിരിക്കും. അത് വിജയിക്കുകയാണ്. അതെ, ഭയങ്കര ശക്തമായി തന്നെ. ഇപ്പൊ നമുക്കറിയാം, ഉണ്ണി മുകുന്ദൻ ഏറെക്കുറെ വ്യക്തമായ BJP അനുഭവം പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം BJP അനുഭവം തന്നെയാണ്. പക്ഷെ നവ്യ നായർ, അപർണ ബാലമുരളി, വിജയ് യേശുദാസ് ഇവരാരും സ്വന്തമായി ഒരു രാഷ്ട്രീയം പറയാത്ത ആൾക്കാരാണ്. അതെ, പലപ്പോഴും ആ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചില വേദി പങ്കിടൽ കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ഒരു ഇടതുപക്ഷ ചായമാണ് എന്ന്. ഇതിന് നവ്യ നായർ പങ്കെടുത്തു. അപർണ ബാലമുരളി വ്യക്തമായ രാഷ്ട്രീയം ഇന്നുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിജയ് യേശുദാസ് ഇതുവരെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതെ, നമുക്കറിയാം ഇടതുചായവുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഇവിടെ ഒന്നും വ്യക്തമായ ഒരു രാഷ്ട്രീയം പറയാത്ത പലരും ഈ വേദിയിൽ പിന്നെ നിരയിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യുവജനങ്ങൾക്കിടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി പ്രധാനമന്ത്രിയുടെ വരവ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചത് ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ ഇതിന് ഒരു പക്ഷേ നാളെ പ്രധാനമന്ത്രിയുടെ ആ ഒരു കോൺഫിഡൻസിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ വികസന പദ്ധതികൾ പറയുമ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇത്തരം വികസന കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണാം. നമ്മുടെ കേരളത്തിന്റെ ഒരു ശാപം അതാണ്. എന്തെങ്കിലും ഒരു നല്ല വികസന പദ്ധതികൾ വരുമ്പോൾ അതിനെ പിന്തുണച്ച് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ തമിഴ്നാടിന്റെയൊക്കെ ഒരു വിജയം അവിടെയാണ്. അപ്പൊ അത്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മൾ ചെയ്യുന്നത് ഉടനെ വിമർശനം ഉന്നയിക്കാന്നു. ഇന്നിപ്പം CPM-ന്റെ ഭാഗത്തുനിന്ന് അത്തരം വിമർശനം വന്നിട്ടുണ്ട്. വീണ്ടും ഈ കേന്ദ്ര അവഗണന തിരിച്ചുവിടെ ശ്രീനാഥ് എന്ത് അവഗണനയാണെന്ന് ചോദിച്ചാൽ കോടികൾ വാരി എറിയുകയാണ്. ഇപ്പൊ തന്നെ വാരി എറിയാന്ന് ഞാൻ ആ വാക്ക് പറഞ്ഞു. സംസ്ഥാനത്തിന് കൊടുക്കുകയാണ്. സംസ്ഥാനങ്ങളിലൂടെ രാജ്യം വികസിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതെ, നമ്മുടെ ഇപ്പം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. 100-ലധികം കോടി രൂപയാണ്, 400 കോടി രൂപയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ശിവഗിരി റെയിൽവേ സ്റ്റേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അതിനെല്ലാം ഒരു ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. പണ്ട് UPA ഭരിക്കുന്ന സമയത്തും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനെ എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം കൊടുക്കേണ്ട ഫെസിലിറ്റീസിനെ കുറിച്ച് വ്യക്തമായി ഒരു രൂപരേഖ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം എത്ര റെയിൽവേ സ്റ്റേഷൻസ് നമ്മുടെ കേരളത്തിലുണ്ടായി? ഒരൊറ്റ റെയിൽവേ സ്റ്റേഷൻ പോലും ഈ പറയുന്ന അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതിയിൽ വന്നിട്ടില്ല. പല ഗ്രേഡുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഗ്രേഡുകളിൽ പറയുന്ന ഒരു ഫെസിലിറ്റീസും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കുറെ എസ്കലേറ്ററുകൾ എനിക്ക് തോന്നുന്നു ഇവര് വന്നതിന് ശേഷമാണ് എസ്കലേറ്ററുകൾ ഉണ്ടാകുന്നത്. പക്ഷെ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ NDA സർക്കാർ വന്നതിന് ശേഷമാണ് ലിഫ്റ്റ് സൗകര്യങ്ങൾ പാസഞ്ചേഴ്സിന് വേണ്ട ബാക്കിയുള്ള ആംനിറ്റീസിനെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. അതോടൊപ്പം നേരത്തെ വേറൊരു പ്ലസ് പോയിന്റ് UPA സർക്കാരിന്റെ കാലത്ത് പുതിയ കോച്ചുകൾ വന്നു എന്നുള്ളതാണ്. LHB കോച്ചുകൾ വന്നു. അത് വന്നപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂടുതൽ, ഏകദേശം 180 കിലോമീറ്റർ സ്പീഡ് വരെ പരിശോധിക്കാൻ വേഗത്തിൽ ഓടാൻ കഴിയുന്ന പുതിയ കോച്ചുകൾ കൊണ്ടുവന്നു. അത് പറയുമ്പോൾ തിരിച്ചു വരുന്ന ഒരു മരണമായ ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ച് സർക്കാരായാലും കാര്യങ്ങൾ വികസിക്കുമെന്ന് പറയും. അത് ശരിയാണ്. ഒരു വശം നോക്കുമ്പോൾ അത് ശരിയാണ്. ചിലപ്പോൾ നാളെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ വികസനം വന്ന് മറ്റു രീതിയിൽ വന്നേക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഗതിമാൻ എന്ന് പറയുന്ന ഒരു ഓർമ്മയുണ്ടാവും. 160 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരുന്ന ഒരു താനെ റൂട്ടിലോടിയ അവിടെ നിന്ന് പിന്നീട് ഇപ്പോൾ ഇത് ഈ വന്ദേ ഭാരതിൽ എത്തി നിൽക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ട്രെയിനുകളാണ്. ഇനി നമ്മുടെ ഒരു ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കേണ്ടി വരും നമുക്ക്. കാര്യം അത്രയ്ക്ക് എത്തിക്കഴിഞ്ഞു. എനിക്ക് ഇതൊരു ബുള്ളറ്റ് ട്രെയിനിന്റെ എല്ലാ രൂപഭാവങ്ങളോടും കൂടിയാണ്. നമുക്കത് പോകുന്ന കാണുമ്പോൾ തന്നെ പണ്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡിൽ നിന്നെല്ലാം മാറിയിട്ട് വേറൊരു പരിവേഷമാണ്. ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും ഇത് കാണാൻ വേണ്ടി, ഇതിന്റെ യാത്ര കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ കൂടുന്നുണ്ട്. റെയിൽവേ ട്രാക്കുകളുടെ സൈഡിൽ പോയി ഇത് എന്താണ് ഈ സാധനം,
ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ളതിനെ നേരിട്ട് കാണാനുള്ള ഒരു ആകാംക്ഷയോടെ ജനങ്ങളെല്ലാം എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ തന്നെയല്ല സാർ, ഇതിന് നമ്മുടെ റെയിൽവേ ഇപ്പോഴും ഒരു കുറെ വർഷങ്ങൾ ബാക്കിലാണ്. എനിക്ക് ഒരു 50 വർഷത്തോളം ബാക്കിൽ തന്നെയാണ് ഇപ്പോഴും റെയിൽവേയിലെ സാങ്കേതിക സിസ്റ്റം മുഴുവൻ നിൽക്കുന്നത്. ഒരു ടെക്നോളജി പരമായിട്ട് റെയിൽവേ ഇനിയും കുറച്ചുകൂടെ മാറേണ്ടി വരും. സിഗ്നലിംഗ് സിസ്റ്റത്തിൽ പോലും ഈ ഒരു 50 വർഷത്തെ ഒരു പിന്നോട്ടടി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മുടെ റെയിൽവേ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉള്ളത് ഇന്ത്യയിലാണ്, റെയിൽവേ നെറ്റ്വർക്ക്. ഇതിനെ മെച്ചപ്പെടുത്തി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. എന്തായാലും കേരളം പിടിക്കാൻ ഒരുങ്ങുകയാണ്. അത്തരം ഒരു ചിന്ത BJP ക്കുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത BJP ഉള്ളപ്പോൾ തീർച്ചയായും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആ വിഷയത്തിലേക്ക് തിരിച്ചെത്താം. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ചെയ്യുന്നത് ഈ അവരുടെ ഒരു ചിന്ത അത്തരത്തിലാണ്. കാരണം ഈ ഇന്ന് തന്നെ പാളയം ഇമാം അതുപോലെ തന്നെ മേലധ്യക്ഷന്മാരെ കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്നു. അവരുടെ എല്ലാം ചിന്താധാരയിൽ വരുന്ന ഒരു മാറ്റം വളരെ വ്യത്യസ്തമാണ്. അതെ, പ്രധാനമന്ത്രി വാനോളം പുകഴ്ത്തുകയാണ് എല്ലാവരും ചെയ്യുന്നത്. സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട മുൻനിരയിലുള്ളവരെല്ലാം ക്രൈസ്തവ സമുദായത്തിലുള്ള നല്ലൊരു മാറ്റം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ BJP ചിന്തിക്കുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഇവർ ചിന്തിച്ചിരുന്നത് ഈ വിഭാഗങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു ചിന്ത ഞങ്ങൾ വിചാരിക്കുന്നത് നടക്കും. കേരളത്തിലെ നേതാക്കളിൽ നിന്നല്ല, കേന്ദ്രം എടുത്തൊരു പ്ലാനാണ്. ആ ഒരു പ്ലാൻ ശരിക്കും ഇവിടെ നടപ്പാകുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ സജീവമായി അവർ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നു. നരേന്ദ്രമോദി എന്നൊരു ഐക്കണായി അവർ കാണുന്നു. വികസനം വരും, ഞങ്ങൾ ചിന്തിച്ച തരത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ആ ഒരു ചിന്താധാരയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിലേക്ക് ഈ സമുദായങ്ങളെല്ലാം മാറുന്നു എന്നുള്ളത് BJP സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കേരളത്തിലെ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എല്ലാ സർക്കാരുകളും ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ തന്നെയുമല്ല, ഇപ്പൊ ക്രൈസ്തവ വിശ്വാസികളായ കുറച്ചു പേരെ BJP മതമേലധ്യക്ഷന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തപ്പോൾ വികസനത്തിന് വേണ്ട എല്ലാ പിന്തുണയും അവർ പ്രഖ്യാപിച്ചു. നേരത്തെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കൂടുതൽ സംസാരിച്ചുള്ള UDF ആണ്. അപ്പൊ ആ UDFന് ആ ഒരു പരിഭ്രാന്തിയുണ്ട്. ക്രൈസ്തവരെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ UDFന് പിടിവിട്ടു പോകും. ആ ഒരു ഭയം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. പക്ഷേ ഈ നരേന്ദ്രമോദി ഒരിക്കലും ഒരു വർഗീയത ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വളരെ ശ്രദ്ധേയം. കേരളത്തിൽ വന്നിട്ട് വർഗീയതയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതേ ഇല്ല. ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ശരിക്കും അദ്ദേഹം വളരെ ഒരു കൃത്യമായ ഒരു നയതന്ത്രജ്ഞന്റെ ഭാഷയിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വന്ന് സംസാരിക്കുന്നത്. ഒരിടത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ വന്നിരുന്നാലും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറ്റം പറയുന്ന ഒരു രീതിയുണ്ട്. അവിടെ വന്നപ്പോൾ പറഞ്ഞു സ്വർണ്ണം കടത്താൻ മാത്രമാണ് അവർക്ക് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സമയം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തോമസ് ഐസക്കും KT ജലീലും ഒക്കെ മറുപടി ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു പ്രസ്താവന ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും ശങ്കരാചാര്യരെ കുറിച്ചും കേളപ്പനെ കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ അവിടെ ഒരു തരത്തിൽ പോലും ഒരു രാഷ്ട്രീയത്തിന്റെ ലാഞ്ചന ഇല്ലാതെ കൃത്യമായി സംസാരിച്ച് അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. പിന്നെ കൂടുതൽ യുവാക്കളെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം, അവർക്ക് സാങ്കേതിക പരിജ്ഞാനവും ശാസ്ത്രീയ പരിജ്ഞാനവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ മറ്റൊരു തരത്തിൽ അവിടെ ഒരു BJP പൊളിറ്റിക്സ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒന്നും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് കേൾക്കാനില്ല. എല്ലാം വളരെ കൃത്യമാണ്. പിണറായി വിജയൻ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ ഒരിടത്തും ഒരു വാക്കുകൊണ്ട് പോലും കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പം ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് വേറൊന്നാണ്. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ചിന്താഗതി അത്തരത്തിലാണ്. അത് മനസ്സിലാക്കി തന്നെ ചവിട്ടി തന്നെ കളിക്കുകയാണ്. കാര്യം ഇവിടെ രാഷ്ട്രീയം പറയണ്ട, ഇവിടെ വർഗീയത പറഞ്ഞാൽ അത് ഓടത്തില്ല. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിടത്തും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഈ ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇന്നലെ കൊച്ചി വന്നപ്പോഴും ഇവിടെ എങ്ങും രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ യുവം 2023 പറഞ്ഞത് കൃത്യമായ വികസന കാഴ്ചപ്പാട്, യുവാക്കളെ ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കണം, യുവാക്കൾ എന്തുകൊണ്ടത് എനിക്ക് തോന്നുന്നു അനിൽ ആന്റണിയൊക്കെ അതിലേക്ക് പോയത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കണ്ടിട്ട് തന്നെ ആവാനാണ് സാധ്യത. അപ്പൊ ട്രോളന്മാരെടുത്തിട്ട് അലക്കിയിരുന്നു. അപ്പം
അങ്ങനെയാണെങ്കിൽ ഒരു വിദൂര ഭാവി പോകില്ല എന്ന് 100% ഉറപ്പാണ് BJP കളം പിടിക്കാൻ. പിന്നെ മറ്റൊരു ഇതിനകത്തിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് നേതാക്കളെ വെച്ചുകൊണ്ട് ഇവിടെ ഭരണം പിടിക്കും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് നമ്മുടെ മുന്നിൽ വളരെ പ്രസക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJPയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ തന്ത്രം വിജയിക്കുന്നത്. അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യുവാക്കളിലേക്കാണ്, പുതിയ തലമുറയിലേക്കാണ്. കാരണം പഴയ തലമുറയുടെ ഒരു ചിന്താഗതി നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിന്താഗതി അത്തരത്തിലാണ്. കാരണം ഈ തരത്തിൽ ചിന്തിച്ചു വന്ന നമ്മുടെ ഇത്തിരി പ്രായമായവർ അവർ ചിന്തിച്ചു വരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറാൻ പലപ്പോഴും കുറച്ചൊന്ന് വൈകും. അല്ലെങ്കിൽ അത്തരം ചിന്താഗതി മാറാൻ വളരെ പാടാണ്. ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ LDF UDF എന്ന് പറഞ്ഞ ആ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട്. പക്ഷെ ഇപ്പോഴത്തെ യുവാക്കൾ അങ്ങനെയല്ല. അവർ കൃത്യമായി പുതിയ ചിന്തകൾക്കൊപ്പം പുതിയ ടെക്നോളജിക്കൊപ്പം വികസനം എങ്ങനെ വേണം, അത് ആര് ചെന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന തരത്തിൽ ആണ് അവരുടെ ഒരു ചിന്താഗതി വരുന്നത്. അത് മുതലെടുക്കുക അല്ലെങ്കിൽ അതിൽ ഊന്നിയുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് BJP ലക്ഷ്യമിടുന്ന. അവരുടെ ലക്ഷ്യവും അവർ കേരളത്തിൽ വേറൊരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് യുവാക്കളിലൂടെയാണെന്നാണ് ഇന്നലത്തെ പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവരുടെ ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച ആ വേദിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആകെ രണ്ട് പേര് മാത്രമാണ് നമുക്ക് പരിചിത മുഖങ്ങൾ, മീൻസ് സെലിബ്രിറ്റീസ് അല്ലാതെ BJPയിലെ പരിചിത മുഖങ്ങളായിട്ടുള്ള, ഒന്ന് V മുരളീധരനും മറ്റൊന്ന് K സുരേന്ദ്രനും. ഇവർ രണ്ടുപേരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ വേറെ ആരെയും ആ വേദിയിലേക്ക് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. ബാക്കി എല്ലാം ഇരിക്കുന്നത് പറഞ്ഞാൽ എല്ലാ യുവാക്കളുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പുറത്തു നിന്നെത്തിയ BJP നേതാക്കളുണ്ട്. ഇവരൊക്കെ മാത്രമാണ് അവിടെ ഇരുന്നത്. അപ്പം അവരെ ഇരുത്തിക്കൊണ്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പയറ്റിയ ഒരു പ്രധാന ഒരു കളി. ഇവർ ഇത്തവണത്തെ വെൽ പ്ലാനിങ് ആയിരുന്നു. അതെ, കാരണം സാധാരണ ഇതിനു മുമ്പൊക്കെ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ചില്ലറ പാളിച്ചകളൊക്കെ പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ BJP ഈ 2 ദിവസം പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി നടപ്പാക്കി. അത് കൃത്യമായി കയ്യടി വാങ്ങിക്കുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പ്ലാനിങ് എന്നുള്ളത്. എന്തായാലും കേരളത്തിലെ BJP നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. പിന്നെ മറ്റൊരു പ്രശ്നം കേരളത്തിലെ BJPയിലുള്ള ഭിന്നിപ്പുകൾ മാത്രമാണ്. കേരളത്തിലെ BJP 5 പേരെ ഉള്ളെങ്കിൽ പോലും ആ 5 പേരും 5 തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് കേരളത്തിൽ BJP അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം K സുരേന്ദ്രൻ ഒരു പക്ഷമുണ്ട്, PK കൃഷ്ണദാസിന് ഒരു പക്ഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ പക്ഷം പിടിച്ച് വേറൊരു നിലപാടുണ്ട്. അപ്പൊ ഇങ്ങനെ പല നിലപാടുകളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ പറയുന്ന ആൾക്കാരെ എല്ലാം ഒന്ന് ക്രോഡീകരിക്കാനും കൂടെ BJPക്ക് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു സമീപ ഭാവിയിൽ തന്നെ ഒരു ഭരണത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 MLA ഒരു 5 MLA എങ്കിലും നിയമസഭയിലേക്ക് എത്തിക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, അത് പ്രധാനമന്ത്രി പറഞ്ഞൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അത് കേരള സമൂഹം ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പാർട്ടി സ്വന്തം പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുന്നു, മറ്റൊരു പാർട്ടി അവരുടെ പിന്നെ ബന്ധുക്കളെ ആ കൂട്ടത്തിലുള്ളവരെ മാത്രം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ രാജ്യത്തെ വളർത്താൻ ശ്രമിക്കുന്നു എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമീപകാല രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു വിഭാഗം നോക്കുമ്പോൾ ഇപ്പം ഇവിടുത്തെ പല കോർപ്പറേഷനുകളിലും നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള നിയമനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്ത് ഇടതുപക്ഷക്കാർ മാത്രം തെരഞ്ഞു പിടിച്ച് കുത്തിക്കയറ്റുന്ന ഒരു സമീപനമായിരുന്നു ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ട്രോളന്മാരെല്ലാം ചിറ്റപ്പനെന്ന് EP ജയരാജൻ വിളിക്കുന്നത് തന്നെ. അപ്പം കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇതിനെല്ലാം എതിർക്കുക എന്ന് മാത്രം ഒരു സിസ്റ്റമാണ് കോൺഗ്രസ് പുലർത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന എന്തെങ്കിലും ശ്രമങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും പ്രതിപക്ഷം വന്നിട്ടില്ല. പ്രതിപക്ഷം പ്രതികരിക്കാനുള്ളതാണ് എന്നുള്ളൊരു തോന്നലിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ഈ രീതിയിൽ പിന്നെ തന്നെയല്ല അവിടെയും പടലപ്പിണക്കങ്ങളും കാര്യങ്ങളും KPCC പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ പോകുമ്പോൾ ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ ആ ഒരു തലത്തിൽ ഇവരേക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ ഈ BJP ഇവിടെ അധികാരം പിടിക്കാൻ കഴിയും. അതെ, ഇന്നിപ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ, കേരളത്തിലെ സംസ്കാരം, പാചക രീതികൾ, മികച്ച കാലാവസ്ഥ, ഇവയെല്ലാം പുരോഗതിയുടെ സൂത്രത്തിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. കേരളത്തെ വികസന ഉത്സവവുമായി ബന്ധിപ്പിക്കാൻ അവസരം കിട്ടിയെന്നും അങ്ങനെയാണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് വായിച്ചു നോക്കിയാൽ. അപ്പോൾ വളരെ അദ്ദേഹം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ കേരളത്തെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ അടുത്ത വികസനത്തെ ഒന്ന് മോശമാക്കി ചിത്രീകരിക്കുന്നില്ല. ഞങ്ങൾ വികസനത്തിനെതിരല്ല എന്ന തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് തന്നെ കേരളത്തിൽ അല്ല ഏത് സംസ്ഥാനത്തിലായി വികസനം ഉണ്ടായാൽ
അത് രാജ്യത്തിന്റെ വികസനമാണ് ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. നമ്മുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട് അതിൽ നിന്ന് വിഭിന്നമാണ്. CPM സ്വീകരിക്കുന്ന ഒരു നിലപാട് വളരെ വിഭിന്നമായ ഒരു തരത്തിലാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ചിന്ത ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരിപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഇപ്പൊ ഒരു ലോക നേതാവ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എവിടെ പുറം മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പറഞ്ഞ് അഭിമാനിക്കാൻ കുറെ അധികം വികസന പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് നേരത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മതിൽ കെട്ടി മറച്ച പോലെ. അപ്പം ഈ വികസനത്തെ കുറിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വികസനം കടന്നു വരാം. കേരളം എന്ന് പറയുന്ന ഒരു ഭൂമി അതിന് പറ്റിയൊരു മണ്ണാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി അങ്ങനെയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി എപ്പോഴും ഒരു 10 വർഷം മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവർ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാര്യം നമ്മളെല്ലാവരും ഇപ്പം ഇന്ന് ഉപയോഗിക്കുന്ന പേനയല്ല നാളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് ഫോർവേഡ് ആയി കഴിഞ്ഞു. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മളൊരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ പ്രായമായവർ പോലും ആ ലെവലിലേക്ക് വന്നു. ഒരു കാർഷിക സംസ്കാരത്തിന്റെ ആ ഒരു ചിട്ടവട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറിയുന്നതുകൊണ്ട് വേറൊരു തലത്തിലേക്ക് നമ്മളുടെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇണങ്ങുന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വരാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ പുതിയൊരു ഭാവിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെയൊക്കെ നടത്തുന്നത്. ഇന്ന് എനിക്ക് ഈ വളരെ ശ്രദ്ധയോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വീക്ഷിച്ചത്. ഒരു പക്ഷേ അദ്ദേഹം സിൽവർ ലൈനെ കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല. പിന്നോക്കം പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഇനി അത്തരം ഒരു ചിന്ത കേരളം അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കി തന്നെ ആകില്ലേ ഒരു മൗനം ഇക്കാര്യത്തിൽ? വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരിക്കലും സിൽവർ ലൈനെ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും കുറ്റം പറഞ്ഞിട്ടുമില്ല. സിൽവർ ലൈൻ ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരള സർക്കാർ ഇതിനുമായിട്ട് മുന്നോട്ട് പോവില്ല. പക്ഷെ നരേന്ദ്രമോദിയും അതിനെ എതിർത്തിട്ടില്ല. അതേസമയം ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കൾ മാത്രമാണ് സിൽവർ ലൈനെ എതിർത്തത്. പ്രധാനമന്ത്രി ഒരിക്കലും എതിർത്തിട്ടില്ല. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തവണ ഇത് പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രി സിൽവർ ലൈൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. അതേ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന വേദികളിലൊക്കെ വരും, കേരളയിൽ വരും കേട്ടോ എന്നൊക്കെ തകർത്ത് വെച്ച് പറയുന്നെങ്കിലും ഇത്തരം വേദികൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പൊ ഒരു നല്ല ദിവസമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അത് അഭിനന്ദനാർഹവും തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ. അത് രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് നല്ലൊരു കേരളം, നല്ലൊരു ഭാവി, കേരളത്തിന് നല്ലൊരു ഭാവി സ്വപ്നം കാണുന്ന ഏതൊരു ഭരണാധികാരിയും അങ്ങനെ പറയാവൂ. അതെ, അത്തരത്തിൽ വേണം. അല്ലാതെ തരത്തിലേക്ക് ഒരിക്കലും പോകരുത്. ഇത് ഒരു ജനത്തിന് വേണ്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി തരുന്ന ഒരു സാധനം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പൊതുമുതൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ മുതൽ DYFIയുടെ സമരങ്ങളും SFI സമരങ്ങളും അടക്കം പൊതുമുതൽ നശിപ്പിക്കുന്നതാണ് കൂടുതൽ. അപ്പോൾ അത് PDPP ആക്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ഇതിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്താണ് പൊതുമുതൽ? ഇത് പൊതുമുതൽ എന്ന് പറഞ്ഞാൽ സർക്കാർ കാശ് മുടക്കി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരുന്ന മുതലാണ്. അപ്പൊ നമ്മളാണ് അതിന്റെ ഉത്തരവാദികൾ, നമ്മളാണ് അതിന്റെ ഓണേഴ്സ്. അപ്പം അതിനെ നോക്കി നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന് ജനം ചിന്തിക്കും. അത് തന്നെ, നമ്മുടെ വീട് നമ്മൾ അലങ്കോലമാക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഈ പൊതുമുതലിൽ കയറി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അത് VK ശ്രീകണ്ഠൻ MP മനസ്സിലാവുമോ എന്തോ അതറിയില്ല. എന്തായാലും ചൂളംവിളിയോടുകൂടി കൂകിപ്പായുകയാണ് നമ്മുടെ വന്ദേ ഭാരത്. അത് നമ്മുടെ വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വന്ദേ ഭാരത് നമുക്ക് അഭിമാനത്തോടെ പറയാം. അതിനകത്ത് രാഷ്ട്രീയമില്ല, CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, BJP ഇല്ല. നമ്മുടെ വന്ദേ ഭാരത്. ആ ട്രെയിനിൽ യാത്ര ചെയ്തവർ എല്ലാവരും BJP-കാരാണോ? എല്ലാവരും കോൺഗ്രസ് ആണോ? എല്ലാവരും CPM ആണോ? എല്ലാവരും മുസ്ലിം ആണോ? ക്രിസ്ത്യൻ ആണോ? ഹിന്ദു ആണോ? അല്ല, ഒരു ജനതയാണ്. ഒരു ജനത, ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ബോധം, അല്ലെങ്കിൽ നമ്മളെല്ലാം കേരളീയരാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തുന്ന ശരിക്കും ഒരു ദേശീയത ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണെന്ന് പറയാം. ഒരു ജാതി മത വർഗ ഭേദങ്ങൾക്ക് അപ്പുറം, രാഷ്ട്രീയത്തിനും അപ്പുറം നിന്നുകൊണ്ട് നമ്മളെല്ലാം ഒരു ജനതയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അതിന്റെ പേര് അങ്ങനെ തന്നെ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു പേരിൽ വളരെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഇതൊരു വികസനത്തിനുള്ള ഒരു വഴിയായി മാറട്ടെ. രാഷ്ട്രീയത്തിനപ്പുറം ഒരു വികസന കാഴ്ചപ്പാടിൽ ഊന്നി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രതീക്ഷ സഫലമാകും. വികസനം, കൂടുതൽ വികസനം വരട്ടെ. ഈ വളഞ്ഞു കിടക്കുന്ന ട്രാക്കുകളെല്ലാം ഒന്ന് വരട്ടെ. ഇനിയും വന്ദേ ഭാരത് ട്രെയിനുകൾ, കൂടുതൽ ട്രെയിനുകൾ ഓടട്ടെ, ബുള്ളറ്റ് ട്രെയിനുകൾ വരട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ ഓടിയെത്താവുന്ന ദൂരത്തിലേക്ക് എത്താൻ കഴിയട്ടെ. നമ്മുടെ സ്വപ്നവും, നമ്മൾ കണ്ട സ്വപ്നവും അതുപോലെ തന്നെ എല്ലാം യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ G4 കോളം ഇവിടെ പൂർണ്ണമാകാം. നമസ്കാരം.